അന്വേഷിച്ചപ്പോഴേക്കും അവിടെയും അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അത്തരമൊരു ഇൻവിറ്റേഷന് ഔപചാരികമായിട്ടോ അനൗപചാരികമായിട്ടോ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അടുത്ത കഥ ഞാൻ തന്നെ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തപ്പോഴേക്കും അടുത്ത കഥ വരാൻ തുടങ്ങി. ഇത് ഉടക്കിട്ടത് കേരള ഗവർണറാണ്. കേരള ഗവർണർക്ക് വിവാദത്തിൽ താല്പര്യമില്ല, അതുകൊണ്ട് അദ്ദേഹം ഒഴിവായി. അങ്ങനെ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് മറ്റു രണ്ടുപേരും ഒഴിവായി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ ആളോട് ചോദിച്ചു, അതിൻ്റെ അകത്തൊരു വലിയ യുക്തിരാഹിത്യം ഉണ്ടല്ലോ നിങ്ങൾ പറയുന്നതിൽ, അതെന്താണ്? അല്ല, ഇപ്പോൾ മറ്റുള്ളവർ വരുന്നില്ല, വിവാദം ഭയന്ന് വരാതിരിക്കാം മറ്റു രണ്ട് ഗവർണർമാർക്ക്. പക്ഷേ ഈ ഗവർണർ എന്ന് പറയുന്നത്, ആർലേക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ആണല്ലോ ഭരണഘടനാപരമായി. അദ്ദേഹത്തിന് ഏത് പാതിരായ്ക്കും സ്വന്തം മുഖ്യമന്ത്രിയെ ഏത് ഡിന്നർ സ്ഥലത്ത് വെച്ചും കാണാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചോ മുഖ്യമന്ത്രിയുടെ സൗകര്യ സ്ഥലത്ത് വെച്ചോ എവിടെ വെച്ചും കാണാം. അതിൽ ആർക്കും ഒരു ആക്ഷേപവും പറയാൻ കഴിയില്ല. അപ്പോൾ എന്തിനാണ് അത്തരത്തിലുള്ളൊരു സംഗതി നിങ്ങൾ പറയുന്നത്? അയ്യോ അത് ശരിയാണല്ലോ, അങ്ങനൊരു കുഴപ്പമുണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞ ആൾക്കും അപ്പോഴാണ് മനസ്സിലായത്. അപ്പം അദ്ദേഹം വലിയ ശക്തനായ പ്രോ ഗവർണറാണെന്ന് കൂടെ മനസ്സിലാക്കണം. രാജ്ഭവൻ്റെയും ഗവർണറുടെയൊക്കെ അഭ്യുദയകാംക്ഷിയായ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾ വർത്തമാനം പറയരുത്, ഇത് പ്ലാന്റിംഗ് ആണെന്നുള്ള കാര്യത്തിൽ പിന്നെ തർക്കമൊന്നുമില്ലല്ലോ, പ്ലാന്റിങ് തന്നെയാണ് അക്കാര്യത്തിൽ. പിന്നെ താങ്കൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ ഇത് അജിംസിപ്പം രണ്ടാമത്തെ അജിംസല്ല ചോദിച്ചത്, പിന്നെ നമ്മുടെ ഈ വാർത്ത ചോർന്ന കാര്യം പറഞ്ഞല്ലോ. ശരിയാണ്, എങ്ങനെയാണ് ശ്രീമതി ടീച്ചറിൻ്റെ വാർത്ത ചോർന്നത് എന്നുള്ളത് CPM എന്നുള്ള പാർട്ടി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഞാനും നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത്. വാർത്ത ചോർന്നതിലല്ല പ്രശ്നം. ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും രണ്ട് നിലപാട് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെയൊന്ന് CPM പോലൊരു പാർട്ടിയിൽ ഉണ്ടാവില്ല. ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒരേ അഭിപ്രായമുള്ള ഒരു പാർട്ടിയാണ്. ദാമോദർ പ്രസാദ് എന്താണ് പറഞ്ഞത്? അതല്ല, ഈ നേരത്തെ വാർത്ത പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഗവർണർ ഓഫീസിൽ പ്ലാൻ ചെയ്യുന്നതാണോ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ഈ പ്ലാൻ ചെയ്തതാണെങ്കിൽ പ്ലാൻ ചെയ്ത് ആരാണെന്ന് അന്വേഷിക്കണം. അതൊരു തെറ്റായ വ്യാജ വാർത്തയാണെങ്കിൽ വ്യാജ വാർത്തയുടെ ഉറവിടം സംസ്ഥാന സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ദി ഹിന്ദു അഭിമുഖത്തിൽ ഉണ്ടായതുപോലെ ഇതിലും ഒന്നും ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് വ്യാജ വാർത്തയാണെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കാരണം സർക്കാരിനെയും മുഖ്യമന്ത്രിയൊക്കെ നാണം കെടുത്താൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത്. വളരെ നന്ദി ശ്രീ ദാമോദർ പ്രസാദ്, ശ്രീ ജയചന്ദ്രൻ, ശ്രീ